Welcome back to our YouTube channel. അപ്പോൾ ഇന്ന് നമ്മൾ പള്ളിയിലൊക്കെ പോയിട്ട് വന്നേക്കുണ്ട്. അപ്പോൾ ഇന്ന് ദുഃഖവെള്ളിയാണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പം ദുഃഖവെള്ളി പ്രമാണിച്ച് പള്ളിയിലൊക്കെ പോയിട്ട് വന്നേക്കും. മാത്രമല്ല ഇന്നത്തെ ഡേക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടല്ലോ. ഇന്നാണ് ഞങ്ങളുടെ പപ്പയുടെ മമ്മയുടെ വെഡിങ് ആനിവേഴ്സറി. അപ്പം ഞങ്ങളിങ്ങനെ കുറേ പ്ലാൻ ചെയ്ത് ദുഃഖവെള്ളി ആയതുകൊണ്ട് കേക്ക് മുറിക്കണം. ആദ്യം ഞങ്ങൾ പുറത്ത് പോകുന്ന വിചാരിച്ചു. പിന്നെ ദുഃഖവെള്ളി ആയതുകൊണ്ട് ഞങ്ങൾ അതങ്ങ് മാറ്റി വെച്ചിട്ട് ഒരു കേക്ക് മുറി സിമ്പിളായിട്ട് ഒരു കേക്ക് മാത്രം കട്ട് ചെയ്യാൻ കൊടുക്കുക. ചെറിയൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കേക്ക് മുറിയുടെ കാര്യം ചിലപ്പോൾ ഇവർക്കൊരു ഊഹം കാണും. ഞങ്ങൾ വാങ്ങിച്ചു കഴിക്കും. കാരണം എല്ലാ ഫംഗ്ഷനും ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ വാങ്ങാറുണ്ട്. പക്ഷെ ഗിഫ്റ്റ് അവർ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പം ആ ഒരു ഗിഫ്റ്റും കൂടെ കൊടുക്കാനാണ് അങ്ങനെ ഒരു പ്ലാൻ. അപ്പം ബാക്കി നമുക്ക് അപ്പോൾ കാണാം. ബൈ. അപ്പോൾ കേക്ക് വരുന്ന സമയം കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്ത് കയ്യിലുണ്ടായിരുന്ന ബലൂൺസ് എല്ലാം അങ്ങോട്ട് ഊതി വീർപ്പിക്കാൻ തുടങ്ങി. ചില ബലൂൺസൊക്കെ അതിൽ ഹോളൊക്കെ ഉണ്ടായതുകൊണ്ട് അത് പിന്നെ നമ്മളെടുത്ത് കളഞ്ഞു. അല്ലാതുള്ളതെല്ലാം നമ്മളിങ്ങനെ ഊതി വീർപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരാൾ ബലൂൺ ഊതുമ്പോൾ ഒരാൾ ബലൂൺ കെട്ടാൻ തുടങ്ങി. അങ്ങനെ ആകുമ്പോൾ പണി കുറച്ച് എളുപ്പമാവുമല്ലോ. അങ്ങനെ ഞങ്ങൾ ഓരോ ബലൂണും വീർപ്പിച്ച് കെട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ബലൂൺ ഊതി വീർപ്പിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞങ്ങളിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് ചിരിക്കുകയും ഓരോ തമാശകളൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. ഞങ്ങൾക്ക് പിന്നെ പണ്ടേ ഇങ്ങനെ സെലിബ്രേഷൻസും ബലൂൺ വീർപ്പിക്കുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പരിപാടിക്ക് ഞങ്ങൾ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. അങ്ങനെ നമ്മുടെ ബലൂൺസ് എല്ലാം ഒരു വിധത്തിൽ നമ്മൾ ഊതി വീർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതൊന്ന് കെട്ടി അതിന് ശേഷം ഒന്ന് കെട്ടി തൂക്കിയിടുന്നൊരു പരിപാടിയും കൂടെ മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ ഞങ്ങൾ കെട്ടിയ ബലൂണെല്ലാം വീണ്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ച് വീണ്ടും ഒന്ന് കെട്ട് ചെയ്ത് ഭയങ്കര സന്തോഷമായി. ഞങ്ങൾക്ക് ബലൂണെല്ലാം കെട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ബലൂൺ തൂക്കിയിടാൻ എന്തായാലും കസാരയുടെ സഹായമില്ല നമുക്ക് പറ്റത്തില്ലല്ലോ. അങ്ങനെ കസാരയൊക്കെ വലിച്ചിട്ട് കയറ്റി എങ്ങനെയൊക്കെ കെട്ടിയിട്ട് ഓക്കെ, നമ്മുടെ മിഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതങ്ങോട്ട് സെറ്റ് ചെയ്യുന്ന പരിപാടികളാണ്. പിന്നെ ചൂട് സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് ഫാൻ ഇട്ടിട്ടായിരുന്നു നമ്മുടെ പരിപാടികളെല്ലാം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം നമ്മുടെ മുടി പറക്കുന്നതിനോടൊപ്പം തന്നെ മുടിയും ബലൂണും ഇങ്ങനെ ഒരുമിച്ച് കിടന്ന് പറക്കുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ഡെക്കറിൻ്റെ ഒരു നൈസായിട്ടൊരു വീഡിയോ അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ച് വളരെ സിമ്പിളായിട്ടൊരു ഡെക്കറേഷനാണ് ഞങ്ങളിവിടെ ചെയ്തത്. ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കറക്റ്റ് ടൈം ആയിരുന്നു. അപ്പോഴത്തേക്ക് കേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പേയ്മെൻ്റ് ഒക്കെ നടത്തി. പിന്നെ കേക്ക് എവിടെ നിന്നാണ് വാങ്ങിയെന്ന് കണ്ടല്ലോ. അതിനുശേഷം നമ്മൾ മേളിൽ കൊണ്ട് കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇനി നമ്മൾ കേക്ക് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ നമ്മൾ ചുമ്മാ കേക്ക് ഒന്ന് ഇങ്ങനെയൊക്കെ കറക്കിയിട്ട് നൈസായിട്ട് കേക്ക് ഓപ്പൺ ചെയ്യാം. പറയാതിരിക്കാൻ വയ്യ, നല്ല രീതിയിലുള്ള പാക്കിംഗ് ആയിരുന്നു അവരുടേത്. അതിനുശേഷം നമ്മൾ പതിയെ ഗ്ലാസ് ടൈപ്പൊക്കെ ഇങ്ങനെ മാറ്റിയിട്ട് കേക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യുവാണേ. ഞങ്ങളും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞങ്ങൾ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഞങ്ങളും ഇപ്പോഴാണ് കാണുന്ന ഞങ്ങളിവിടെ വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് ഓർഡർ ചെയ്തത്. കേക്കിൻ്റെ ഡിസൈനും കാര്യങ്ങളും ഒക്കെ നമ്മൾ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എങ്കിലും നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നല്ലോ കിട്ടുമ്പോൾ എങ്ങനായിരിക്കും എന്നുള്ളത്. പക്ഷേ പറയാൻ വയ്യ, അവർ നന്നായിട്ട് പറഞ്ഞതിലും അധികം സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പം കേക്കും എല്ലാം എടുത്തു വെച്ചതിന് ശേഷം നമ്മൾ കേക്കിൻ്റെയും ആ ഡെക്കർ ചെയ്തതിൻ്റെയും എല്ലാം ഒരു വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. വളരെ വ്യക്തമായിട്ട് ആ കേക്കിൻ്റെ എഴുതിയേക്കുന്നതും അതുപോലെ വെച്ചിരിക്കുന്ന ഫ്ലേവറിൻ്റെയും അതുപോലെ നമ്മുടെ ബലൂണിൻ്റെയും എല്ലാം വീഡിയോ നമ്മൾ നന്നായിട്ട് എടുത്തു. ഇനി അപ്പം കേക്ക് കട്ടിങ് പരിപാടിയിലോട്ടാണ് പോകുന്നത്. നമ്മൾ പറഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ ഗിഫ്റ്റിൻ്റെ കാര്യം അവർക്ക് എന്തായാലും ഒരു സർപ്രൈസ് ആയിരിക്കും. പിന്നെ കേക്ക് ഉണ്ടെന്നറിയാം, പക്ഷേ ഏത് കേക്കാണെന്നൊന്നും അവർക്കറിയാം. അതേപോലെ ഡെക്കറേറ്റ് ചെയ്തേക്കുന്നൊന്നും അവർക്കറിയില്ല. ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരാൻ മാത്രം പറഞ്ഞ് കേക്ക് ഉള്ളതും കണ്ടിട്ടുണ്ട്. അപ്പം പിന്നെ ബാക്കിയുള്ളത് നമുക്ക് നേരിട്ട് കാണാം. ഗിഫ്റ്റ് ഒന്ന് കാണാൻ എന്താ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പപ്പയ്ക്കും എനിക്ക് ഭയങ്കര ആഗ്രഹം നമ്മുടെ ഫോട്ടോസിൻ്റെ ഒരു ഫ്രെയിം വേണമെന്ന്. അപ്പോൾ ഞങ്ങൾ എന്തോ ചെയ്ത് എല്ലാം കൂടെ വെച്ചിട്ടൊരു ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ടുണ്ട്. കവറൊന്നും മാറ്റിയിട്ടില്ല. അതൊക്കെ അവരെ കൊണ്ട് മാറ്റിക്കാം. കേക്ക് കട്ട് ചെയ്യാൻ റെഡി ആയിട്ട് തന്നെയാണ് അവർ വിളിക്കുന്നത്. ബാക്കി ഡെക്കറേഷനും പരിപാടീസൊന്നും പക്ഷെ അവർക്ക് അറിഞ്ഞൂടാ. അത് നമ്മൾ തന്നെയാണ് ഇത്. കേക്ക് ഉണ്ടെന്ന് എന്തായാലും മനസ്സിലായിട്ടുണ്ട്. അതെ. പിന്നെ ഞങ്ങൾ അതിനുശേഷം അവരുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. നിങ്ങൾ പ്രതീക്ഷിച്ചായിരുന്നോ? ഞങ്ങൾ വിചാരിച്ചു നിങ്ങൾ കേക്ക് ഉണ്ടാവുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചു. ഇനി ഇന്ന് വേറൊരു സർപ്രൈസ് കൂടെ. രണ്ടുപേരും കൂടെ തുറന്നോ, രണ്ടുപേരും കൂടെ.
ഭയങ്കര സർപ്രൈസ് ആയി പോലെ. ഇഷ്ടപ്പെട്ടോ? സൂപ്പർ. നമ്മുടെ ഒരു ഫോട്ടോ, ഫാമിലി ഫോട്ടോസ് വേണം എന്നുള്ളൊരു ഇതിലുണ്ടായിരുന്നു. ഇത് 30ാം വിഭാഗ വാർഷികം സർപ്രൈസ് ആണേ. അടിപൊളി. ഞാൻ നിൽക്കുന്നുണ്ടോ? എത്ര വർഷം? 30. സൂപ്പർ ആയിരിക്കും. ആ ഫോട്ടോ ഇഷ്ടപ്പെട്ടോ? സൂപ്പർ. പപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെടിയല്ലേ? സൂപ്പർ 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 എന്ന് പറഞ്ഞാൽ സൂപ്പർ സൂപ്പർ. ഒന്നും പ്രതീക്ഷിച്ച പോലും അല്ലത്. ദൈവമേ, ദൈവത്തിന്റെ സ്തോത്രം. ഫോട്ടോ കലക്കി കേട്ടോ. എന്നിട്ട് ഞങ്ങൾ അവരോട് ഇങ്ങോട്ട് നോക്കി ചിരിക്കാൻ പറഞ്ഞു. അങ്ങനെ ചിരിക്കാൻ പറഞ്ഞപ്പോൾ അവർ ഒരേപോലെ ചിരിച്ചത് നല്ല രസമായിട്ട് ഞങ്ങൾക്ക് തോന്നി. അവർ ഗിഫ്റ്റ് വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങൾ കേക്ക് മുറിയിലോട്ട് കടന്നു. അതിനുശേഷം ഞങ്ങളുടെ ഊരുമായിരുന്നു. അടിപൊളി കേക്ക്. അപ്പൊ നമ്മുടെ ആനിവേഴ്സറി വ്ലോഗ് ഇവിടെ അവസാനിച്ചു. ഇനി കാണുന്ന ഞങ്ങളുടെ ഇന്നത്തെ ഒരു ഹാപ്പി മൊമെന്റ് കുറെ പിക്സ് ആണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞങ്ങളിന്ന്. ചെറിയൊരു ആഘോഷമാണെങ്കിലും ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ലൈഫിൽ ഇങ്ങനെ കൊച്ചു സന്തോഷങ്ങളും സർപ്രൈസുകളുമായിട്ട് ഞങ്ങളുടെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് എന്നും പോകാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നമ്മൾ എവിടെയൊക്കെ ആണെങ്കിലും അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മുടെ ഫാമിലി ആയിട്ടുള്ള ഇങ്ങനെയുള്ള മൊമെന്റ്സ് തന്നെയായിരിക്കും. പിന്നെ സത്യം പറഞ്ഞാൽ ഞങ്ങൾ അവരുടെ ഫോട്ടോസ് എടുക്കുന്ന തിരക്കിലായിരുന്നു. അവരെ നിർത്തിക്കൊണ്ട് പല രീതിയിലുള്ള ഫോട്ടോസ് അവരറിയാതെയും അറിഞ്ഞും ഒറ്റ ഫോട്ടോസ് എടുക്കുകയായിരുന്നു. എന്തായാലും ചെറിയൊരു സന്തോഷമാണെങ്കിൽ പോലും അതൊരു ഭയങ്കര വലിയ സന്തോഷമായിട്ട് ഞങ്ങൾക്കിന്ന് ഫീൽ ചെയ്തു. നമ്മുടെ പേരൻസിൻ്റെ ഈ സന്തോഷം ഇങ്ങനെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഫീലാണ്. അപ്പം നമ്മുടെ പേരൻസിനെ സന്തോഷിപ്പിക്കാൻ കിട്ടുന്ന ഓരോ മൊമെന്റ്സും നമ്മൾ എല്ലാവരും എൻജോയ് ചെയ്യുക. അപ്പോൾ പപ്പയ്ക്കും മമ്മിക്കും ഒന്നും കൂടെ ഞങ്ങളുടെ ആനിവേഴ്സറി വിഷസ്. അപ്പം ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ ബൈ. താങ്ക് യു.